അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബറാ ഇബ്ൻ ആസിബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഒരു അൻസാരി ആയിരുന്നു, മദീനക്കാരനായിരുന്നു. ഇമാം ദഹബി അദ്ദേഹത്തെ വിശദീകരിക്കുന്നത് ഫഖീഹ് അൽ കബീർ എന്നാണ്. 300ഓളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഈ സഹാബിയുടെ വെളിപ്പേര് അബു ഉമാറ എന്നായിരുന്നു. ബനു ഹാരിസ എന്ന ഗോത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പ ആസിബ്. അദ്ദേഹവും സഹാബിയായിരുന്നു. അദ്ദേഹം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുന്ന സമയത്ത്, ഹിജറ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വെറും 10 വയസ്സാണ്. അദ്ദേഹം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആക്റ്റീവായ ഒരു ശിഷ്യനായിരുന്നു. മുസ്അബ് ബിൻ ഉമൈറിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി, അഥവാ പഠിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് പറഞ്ഞയച്ചത്. ആദ്യം വന്നത് മുസ്അബായിരുന്നു. പിന്നീട് അവർ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് പ്രവാചകൻ? അപ്പോൾ ഇവർ പറയുന്നുണ്ട്, പ്രവാചകൻ അദ്ദേഹം വരും, അദ്ദേഹത്തിന്റെ സാഹിബിന്റെ കൂടെ വരും എന്നുള്ളത് ഇവർ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഉമ്മി മക്തും വരുന്നു. ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, ബറാ ബിൻ ആസിബ് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങൾ ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അമ്മാർ വരുന്നു, സഅദ് ബിൻ അബി വഖാസ് വരുന്നു, ഇബ്ൻ മസ്ഊദ് വരുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നു. ഇവരെല്ലാവരും വരുമ്പോൾ ഇവരോട് നമ്മൾ പോയിട്ട് എന്നാണ് പ്രവാചകൻ വരിക എന്ന് ആകാംക്ഷയോടുകൂടി ചോദിക്കുന്ന രംഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് വരുന്നത് 20 ആളുകളുമായിട്ടാണ്. പിന്നെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖും വരുന്നു. അപ്പോൾ ബറാ ബിൻ ആസിബ് പറയാണ്, ഞാൻ അത്രയും കാലം മദീനക്കാർ ഇത്ര സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന നിമിഷം കണ്ടിട്ടില്ല എന്നുള്ളത്. അദ്ദേഹത്തിന് അന്ന് വെറും 10 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് പിന്നീട് ബറാ ബിൻ ആസിബിന്റെ ഉപ്പയുടെ അടുത്തേക്ക്, ആസിബിന്റെ അടുത്തേക്ക് വന്നിട്ട് കുതിരപ്പുറത്ത് ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിന് സാഡിൽ ഒരു 13 ദിർഹംസ് കൊടുത്ത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ആസിബിനോട് പറയുകയാണ്, നിങ്ങളുടെ മകനോടൊന്ന് ഇതിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ പറയുമോ എന്ന് ആവശ്യപ്പെടുമ്പോൾ ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല, നിങ്ങൾ ആദ്യം എങ്ങനെയാണ് ഹിജറ വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹിജറയുടെ കഥ ഞങ്ങൾക്ക് വിശദീകരിച്ച് താ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കഥ വിശദീകരിക്കുമ്പോഴൊക്കെ ബറാ ബിൻ ആസിബ് വളരെ ആകാംക്ഷയോടുകൂടി ഇത് കേട്ട് പഠിക്കുകയാണ്. ബറാ റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ഞങ്ങൾ രാത്രിയാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ഞങ്ങൾ ധൃതിയിൽ നടന്നു. ളുഹറിന് സമയമായപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി ഒരു തണൽ അന്വേഷിച്ചു. അപ്പൊ അവിടെ ഒരു വലിയ പാറക്കല്ല് ഞാൻ കാണുകയും ആ പാറക്കല്ലിന് താഴെയുള്ള ആ ഒരു ഭൂമിയെ ഞാൻ നിരപ്പാക്കി അവിടെ ഒരു തുണി വിരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്രമിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളത്. എന്നിട്ട് പ്രവാചകനോട് ഞാൻ റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ആട്ടിടയനെ അന്വേഷിച്ച് കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും പാല് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങി ഒരാളെ കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പാല് വാങ്ങി കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടിക്കാൻ കൊടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അബൂബക്കർ സിദ്ദീഖ് വിശദീകരിക്കുകയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നമുക്ക് പോകാൻ സമയമായോ? അപ്പോൾ അതെ എന്ന് പ്രവാചകൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം സുറാഖ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇവരെ കണ്ടെത്തുന്ന ഒരു കാഴ്ച വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ, ആർക്കും നമ്മളെ കണ്ടെത്താൻ സാധിച്ചില്ല, സുറാഖക്ക് ഒഴികെ. സുറാഖ ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്തേക്ക് എത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് കരയാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്, വല്ലാഹി ഞാൻ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് കരയുന്നത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സുറാഖയുടെ കുതിരയുടെ കാലുകൾ, വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്, സുറാഖയുടെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് പൂണ്ടുപോകുന്നു. പ്രവാചകന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. 3 പ്രാവശ്യവും ഇതേ കാര്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ സുറാഖക്ക് മനസ്സിലായി, ഇത് തനിക്ക് മനസ്സിലാവുന്നതിൽ അപ്പുറമുള്ള എന്തോ കാര്യമുണ്ട്. അപ്പോൾ സുറാഖ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്ന് കാത്തു നിൽക്കൂ, നിങ്ങൾ എന്തായാലും അജയ്യനായി തിരിച്ചെത്തും. ആ സമയത്ത് എനിക്ക് നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്, ഇതൊരു പ്രൊട്ടക്ഷനായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു പണത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്? കിസ്ര ചക്രവർത്തിയുടെ കൈകളിലുള്ള വളകൾ നിങ്ങൾ അണിയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നടക്കുമ്പോൾ സുറാഖ വളരെ അത്ഭുതത്തോടു കൂടി പറയാണ്, കിസ്ര എന്ന് പറയുന്ന ചക്രവർത്തിയുടെ വളകളോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പൊ ഇന്നൊരു ചെറിയൊരു മുസ്ലിം രാഷ്ട്രത്തോട് നാളെ US-ഉം റഷ്യയും നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ.
എന്നാൽ ആ ഒരു വികാരത്തോടു കൂടി സുറാഖ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നീട് ഇവർ മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. നടന്നുപോയി വഴിയിലൂടെയും അല്ലെങ്കിൽ മലമുകളിലൂടെ ഒക്കെ കയറി മദീനയിലേക്ക് എത്തുന്നു. അവിടെ ചെറിയ കുട്ടികളും പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് സ്വീകരിക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ബനു നജ്ജാർ ഗോത്രം, അല്ലെങ്കിൽ ഉമ്മയുടെ കുടുംബക്കാരാണ് ബനു നജ്ജാർ, ആ ഗോത്രത്തിന്റെ കൂടെ താമസിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞത്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ ബറാ ബിൻ ആസിബ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ കിടക്കുകയും പനി പിടിച്ച് കിടക്കുന്നതും അബൂബക്കർ സിദ്ദീഖ് ആയിഷ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ബറാ ബിൻ ആസിബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകുന്നു ബറാ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബറാഇന് കൈ കൊടുക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു. അപ്പൊ ഈ ഹസ്തദാനം ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ബറാ ചോദിക്കുകയാണ്, ഇതാണോ അദബ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 വയസ്സായ കുട്ടിയാണ്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാം. ഇന്നിപ്പോ നമുക്കൊരു 10 വയസ്സുകാരനായ കുട്ടിയോട് നമ്മളിപ്പോഴും ഒരു പക്വമായ രീതിയിൽ സംസാരിക്കാനൊന്നും നമുക്ക് തോന്നൂല. കാരണം ആ ഒരു നിലവാരമേ ഇന്നത്തെ കുട്ടികൾക്കുള്ളൂ. പക്ഷെ അന്ന് ബറാ ബിൻ ആസിബ് 10 വയസ്സുള്ള ബറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി കൈകൾ കൊടുത്തുകൊണ്ട് ഹസ്തദാനം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇതാണോ അദബ്, അതോ ഇതാണോ നമ്മൾ ചെയ്യേണ്ട കാര്യം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, 2 മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുന്നില്ല, മറിച്ച് അവർ ഹസ്തദാനം ചെയ്ത് അള്ളാഹുവിനെ പ്രകീർത്തിച്ച് അവർ ഇസ്തിഗ്ഫാർ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പൊറുത്തിട്ടല്ലാതെ അവർ പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപങ്ങൾ പുറത്തു നൽകും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിനുള്ള അദബാണ് ഇത്, അല്ലെങ്കിൽ അതിനുള്ള മാർഗമാണ് ഇത് എന്ന് പഠിപ്പിക്കുന്നു. ഈ ഹദീസ് എല്ലാം ബറാ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബറാ റളിയല്ലാഹു അൻഹു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കാണാൻ എന്നുള്ളത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഓരോരോ ബിറ്റ് ബൈ ബിറ്റ് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ബറാ ചോദിക്കപ്പെടുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വാള് പോലെ, അന്നത്തെ വാള് നല്ല രീതിയിൽ തിളങ്ങുമായിരുന്നു, അത്രയും തിളക്കം ഉണ്ടായിരുന്നു. അപ്പൊ ബറാ പറയുന്നത് അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചന്ദ്രനേക്കാൾ തിളങ്ങുമായിരുന്നു എന്നുള്ളതാണ് ബറാ അതിന് കൊടുത്ത മറുപടി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൈറ്റ് വളരെ കൂടുതലും അല്ല കുറവും അല്ല, അദ്ദേഹത്തിന് ഇവിടെ വരെ രോമം ഉണ്ടായിരുന്നു, ഷോൾഡർ വരെ രോമം ഉണ്ടായിരുന്നു. ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു വസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ധരിച്ചപ്പോൾ അദ്ദേഹം കാണുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി ഞാൻ അതിലും ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങൾ ഞങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. രോഗിയെ സന്ദർശിക്കാൻ, തുമ്മിക്കഴിഞ്ഞാൽ തശ്മീത്ത് ചെയ്യാൻ, ദുർബലരെ സഹായിക്കാൻ, ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കാൻ, സലാം വർദ്ധിപ്പിക്കാൻ, അതുപോലെ ആളുകൾക്ക് അവർ ചെയ്ത ശബദത്തെ അല്ലെങ്കിൽ ഓത്ത് അത് നടപ്പിൽ വരുത്താൻ സഹായിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പട്ടിന്റെ വസ്ത്രവും അതുപോലെ വെള്ളിയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും വെള്ളിയുടെ ഇരിപ്പിടം, കുതിരപ്പുറത്ത് വെള്ളിയുടെ ഇരിപ്പിടം ഉണ്ടാക്കുന്നതും നിരോധിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 15ഓളം യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു, 18ഓളം യാത്രകൾ അദ്ദേഹത്തോട് ചെയ്തു. അപ്പൊ 3 വെറും യാത്രകളായിരുന്നു. അദ്ദേഹം പറയുന്നത്, ബദർ ഞാൻ വളരെ ചെറുതായതുകൊണ്ട് ബദർ എനിക്ക് മിസ്സായി, ഉഹുദും എനിക്ക് മിസ്സായി, എനിക്കും ഇബ്നു ഉമറിനും ഉസാമക്കും സെയ്ദ് ബിൻ അർഖം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനും ഒക്കെ ഉഹുദ് മിസ്സായി, അവർക്ക് പ്രായമാവാത്തതുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗാർഡുകളായി നിയമിച്ചു എന്നുള്ളത് ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാനും ഇബ്നു ഉമറും ലിദ്ദ അഥവാ ഒരേ പ്രായക്കാരായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ബദറിലും ഉഹദിലും പങ്കെടുത്തില്ലെങ്കിൽ പോലും അതിന്റെ ചില വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ചോദിച്ചു സഹാബാക്കളോട് ബദറിനെ പറ്റി, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോ സഹാബാക്കൾ കൊടുത്ത മറുപടി, താലൂത്തിന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? 310 ചില്ലറ, അതായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് 60ഓളം മുഹാജിരീങ്ങളും 249ഓളം അൻസാരികളുമാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ സഹാബത്ത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഉഹദിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ അമ്പെയ്ത്തുകാരോട് താഴേക്ക് ഇറങ്ങി പോകല്ലേ എന്ന് പറയുന്ന രംഗം പോലും ഈ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയും കാര്യങ്ങൾ അറിയാനുള്ള ഒരു ത്വരയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ഫഖീഹ് അൽ കബീർ എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഖന്തഖ് യുദ്ധത്തിൽ ആണ് അദ്ദേഹത്തിന് ആദ്യമായി പങ്കെടുക്കാനുള്ള അനുവാദം കിട്ടുന്നത്. ഖന്തഖ് യുദ്ധത്തിൽ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ ഖന്തഖ് യുദ്ധത്തിൽ അന്ന് കണ്ടു. അദ്ദേഹം ഈ കുഴിയിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ്
അദ്ദേഹത്തിന്റെ നെഞ്ഞു വരെ മൂടുന്ന അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മുഴുവൻ ശരീരവും ചളിയിൽ പൊതിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് യുദ്ധത്തിൽ സഹാബത്തിനോട് പണിയെടുത്ത് മാറിയിരിക്കാൻ പറയില്ല. നമ്മൾ ഖന്തഖ് യുദ്ധത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഖന്തഖ് യുദ്ധത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നേതൃപാഠമാണ് ഇവിടെ ബറാ ബിൻ ആസിബ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവിത ചൊല്ലുകയും അബ്ദുല്ലാഹി ബിൻ റവാഹയുടെ ഒരു കവിത ചൊല്ലുകയും ആ കവിത എല്ലാവരും ഏറ്റെടുത്ത് ചൊല്ലുകയും ചെയ്യുന്ന കാഴ്ച പറയുന്നുണ്ട്. ലൗല അൻത മഹ്തദൈത, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, നീ ഇല്ലായിരുന്നെങ്കിൽ യാ അല്ലാഹ്, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഹിദായത്ത് ലഭിക്കില്ലായിരുന്നു എന്ന് ഈ കവിതയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ ഹുദൈബിയ സന്ധി ചെയ്യുന്ന സമയത്ത്, ഹുദൈബിയ സന്ധി ചെയ്യുന്നതിന് തൊട്ട് മുന്നായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു തെറ്റായ വാർത്ത പ്രചരിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലക്ക് പകരം ചോദിക്കാതെ നമ്മൾ തിരിച്ചു പോവുകയില്ല എന്ന് ഒരു ബൈഅത്ത് സഹാബത്ത് ചെയ്യുകയും ഉണ്ടായ ഒരു ചരിത്രമുണ്ട്. ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയും. ആ അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ എടുത്ത സഹാബത്ത് മുഴുവൻ സ്വർഗത്തിലേക്കാണ് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ബറാ ബിൻ ആസിബും ആ ഒരു ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു സമയത്തുള്ള ഒരു ചെറിയ കാര്യം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു കിണർ, അല്ലെങ്കിൽ ആ ഉംറക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ക്യാമ്പ് അടിച്ച സ്ഥലത്ത് ഒരു കിണർ വറ്റുകയും അതിൽ വെള്ളമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറിന്റെ അടുത്തിരുന്ന് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വുദു എടുത്ത് കുറച്ച് ഭാഗം അദ്ദേഹം വായിൽ കുപ്പിളിച്ചിട്ട് തിരിച്ച് ആ കിണറിലേക്ക് തുപ്പുകയും ആ കിണറിൽ നിന്ന് ധാരാളമായി വെള്ളം പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു കാഴ്ച ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാനുഷികനല്ല, ഒരു സാധാരണ മനുഷ്യനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കൊണ്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയും കുറച്ച് വെള്ളം ഒരുപാട് പേർക്ക് വെള്ളം കൊടുക്കുന്നൊക്കെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദലായിലുൻ നുബുവ എന്ന് പറയുന്ന ഇമാം ബൈഹഖിയുടെ ഒരു കിതാബിൽ അദ്ദേഹം ഇത് ധാരാളമായി വിശദീകരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അത്ഭുതങ്ങളെല്ലാം. ഹുനൈൻ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബാക്കൾക്ക് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നേരിടേണ്ടി വന്നു. അപ്പൊ കൂടുതൽ പേരും അവിടെ നിന്ന് ഓടിപ്പോവുകയുണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വിളിച്ചു പറയുന്നുണ്ട്, അന ഇബ്നു അബ്ദുൽ മുത്തലിബ് അന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് നബി, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭയവും ഇല്ലാതെ മുന്നോട്ടേക്ക് ഒരു വെള്ള കുതിരയിൽ കുതിക്കുന്ന കാഴ്ച ബറാ ബിൻ ആസിബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ കുറച്ചു പേർ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഓടിപ്പോവാതിരുന്നത്. അതിൽ ഒരാൾ ഇവരായിരുന്നു, ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബറാ പറയുന്നത് ആ അമ്പെയ്ത്തുകാർ വളരെ ശക്തമായ രീതിയിൽ അവരെ അമ്പെയ്യുകയും അവർക്ക് തിരിച്ചാക്രമിക്കാനുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ബറാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ബറാ റിപ്പോർട്ട് ചെയ്യുന്നത് ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പൊ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ 6 മാസത്തോളം ഞങ്ങൾ താമസിച്ചു. എന്നിട്ട് പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ച് ഞങ്ങളോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഹംദാൻ എന്ന് പറയുന്ന ഒരു ഗോത്രം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയക്കുന്ന പ്രസിദ്ധമായ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആരെങ്കിലും മദീനയെ യസ്രിബ് എന്ന് വിളിക്കുന്നത് അത് ഇസ്ലാം അത് കുഫ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ബറാ ബിൻ ആസിബാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദുആ സഫർ, നമ്മൾ യാത്രയിൽ പോകുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്യുന്നത് ബറാ റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് പ്രാർത്ഥനകൾ ബറാ ബിൻ ആസിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബറാ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഞങ്ങൾ നമസ്കാരത്തിൽ എപ്പോഴും വലത് സൈഡ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഫൂഫുകൾക്കിടയിലൂടെ നടന്ന് ഞങ്ങളുടെ സൊഫ് നിൽക്കുന്ന ലൈൻ ശരിയാക്കാൻ വേണ്ടി നടക്കുമായിരുന്നു എന്നുള്ളത് ബറാ ബിൻ ആസിബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൊഹറിലും അസറിലുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈലന്റ് ആയിക്കൊണ്ട് എന്താണ് ഓതിയിരുന്നത് എന്ന് ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ബറാ നിസ്കരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹത്തെ പറ്റി ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫദായിലുൽ ഖുർആൻ ഓതുന്നതിന്റെ ഫദായിലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് അൽ ബറാ എന്നാണ് അത് അറിയപ്പെടുന്നത്. ബർസഖിൽ അഥവാ ഖബറിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ശിക്ഷയെ പറ്റിയും ഖബറിലുള്ള നമ്മുടെ അവസ്ഥയെ പറ്റിയും നമ്മളെ ഏറ്റവും വിശദീകരിച്ച് പഠിപ്പിക്കുന്നത് ബറാ റളിയല്ലാഹു അൻഹു ആണ്. ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു ഖബറിലേക്ക് പോവുകയും എന്നാൽ അവിടെ കുറച്ച് സമയം ഇരുത്തി അവരെ വിശദമായി ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ബറാ റളിയല്ലാഹു അൻഹു ഒന്നുപോലും വിടാതെ നമുക്ക് ഹദീസിലൂടെ റിപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ തലയിൽ പക്ഷികൾ ഇരുന്നാൽ പോലും അറിയാത്ത രൂപത്തിൽ അത്രയും ശ്രദ്ധാലുക്കളായി നമ്മൾ അത് കേട്ടു എന്ന് ബറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പിന്നീട് നടന്ന ഒരു ചരിത്രമാണ്. ആളുകൾ ഈ ആയത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ഒരു ആയത്തിൽ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ആയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സ്വതക്ക നൽകുന്നത് നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. കാരണം എന്താണ്? നമ്മൾ സ്വതക്ക കൊടുക്കണം, പക്ഷെ നമ്മൾ സ്വയം നശിക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അപ്പോ അത് നമ്മൾ ധാരാളമായി അത് കൂടി പരിഗണിച്ചിട്ട് വേണം സ്വതക്ക ചെയ്യാൻ എന്നുള്ളത്. ബറാ റളിയല്ലാഹു അൻഹു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ് പറയുന്നത്. അഥവാ ഈ ആയത്ത് സ്വതക്ക ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ആയത്താണ്. എന്താണ് ഈ ആയത്ത് പറയുന്നത്? നിങ്ങൾ സ്വതക്ക ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം, നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കരുത്, അഥവാ ആത്മാവിനെ നശിപ്പിക്കരുത്. സ്വതക്ക നൽകാതിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മാവാണ് നശിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നത് എന്ന് ബറാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഇനി ജമൽ യുദ്ധത്തിലും സിഫീൻ യുദ്ധത്തിലും അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യുദ്ധം ചെയ്തു. തുസ്തുർ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൽ, അഥവാ ഉമർ ഖത്താബിന്റെ കീഴിൽ അദ്ദേഹം പേർഷ്യക്കാർക്കെതിരെ നടത്തിയ ഒരു യുദ്ധത്തെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അന്ന് അവർക്ക് ദുഹ കഴിഞ്ഞതിന് ശേഷമാണ്, ദുഹ വരെ അവർ യുദ്ധം ചെയ്യേണ്ടി വന്നു. അവർക്ക് ദുഹക്ക് ശേഷമാണ് സുബഹി നിസ്കരിക്കാൻ പറ്റിയത്, സ്വലാത്തുൽ ഫജർ നിസ്കരിക്കാൻ പറ്റിയത്. അവർ ഇത് ഓർത്ത് വർഷങ്ങൾക്ക് ശേഷവും കരയുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ്, ഇസ്ലാമിക ലോകത്തിന് ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് ഈ യുദ്ധത്തിലൂടെ നേടിയത്. പക്ഷെ ആ യുദ്ധത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് ആ യുദ്ധത്തെ പറ്റി ഒന്നുമല്ല അവർക്ക് പറയാനുണ്ടായിരുന്നത്. ആ യുദ്ധത്തെ പറ്റി പറയല്ലേ, ഞങ്ങൾക്ക് അന്നാണ് സുബഹി നിസ്കാരം മിസ്സായത് എന്നാണ് സഹാബത്ത് പറയുന്നത്. നമ്മളൊക്കെ വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു ചരിത്രമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അദ്ദേഹം 80 വയസ്സോളം ജീവിച്ചിട്ടുണ്ട്. ഈ 300ഓളം അഹാദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആളുകളെ പഠിപ്പിക്കുന്നു. സൂറത്തു തീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്നത് അദ്ദേഹത്തിന് ഓർമ്മ ഉള്ള കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല ശബ്ദത്തിൽ ഓതുന്ന ഒരാളെ ഞാൻ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ വളരെ സുന്ദരമായി ഖുർആൻ ഓതുന്ന കാര്യങ്ങളുടെ ഖുർആൻ നമ്മളെ എത്രത്തോളം നമ്മുടെ ഈമാൻ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾക്കത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കൊന്നും ഇവരാരും എത്തൂല എന്നുള്ളത് നമുക്കറിയാലോ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിൽ ആ ഖുർആൻ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ സഹാബത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ഭാഗ്യം നമുക്കും നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് ഈ സഹാബത്തിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൂടെ നമുക്കും ജീവിക്കാനുള്ള, നമുക്കും അവിടെ ഇതെല്ലാം കേൾക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.